നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചേർത്തല മേഖലാ സമ്മേളനം ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VC ജയപ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ കമ്മീഷൻ കത്ത് കൊടുത്തു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു. അദ്ദേഹം ഒരു കാലാവസ്ഥ അംഗീകരിച്ചില്ല. അപ്പോൾ ഇവിടെ ചില ജീവനക്കാർ വിചാരിച്ചു കേരള ഗവൺമെന്റിന്റെ അപാകത കൊണ്ടാണ് SIR ഇപ്പോൾ അടിയന്തരമായി നടപ്പാക്കിയതെന്നാണ് ചില ആളുകൾ ജീവനക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവം ഇവിടെ SIR നടപ്പിലാക്കിയത്. SIR നടപ്പിലാക്കിയെന്ന് പറയുക. അപ്പോൾ ഇനി ഇന്ത്യ രാജ്യത്ത് സത്യസന്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത കുറവാണ്. സത്യസന്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത കുറവാണ് ഇന്ത്യ രാജ്യത്ത്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ആരാണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന വന്നു. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ പ്രതിപക്ഷ നേതാവ്, ഇവർ കൂടിയിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക. അത് സ്വതന്ത്രപരമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം. അത് മാറ്റി ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നിശ്ചയിക്കുന്ന കേന്ദ്രമന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ്. ആ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ കേരളത്തിൽ SIR നടപ്പിലാക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടായി. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് A. അൻസാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് C. പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം M. അനിൽകുമാർ, ജില്ലാ ട്രഷറർ VD അബു, സംസ്ഥാന കൗൺസിൽ അംഗം V. തങ്കച്ചൻ, സീമ ഗോപിനാഥ്, ശ്രീകുമാർ M തുടങ്ങിയവർ സംസാരിച്ചു.